ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. 4.5 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയ കാലഘട്ടങ്ങളിൽ ഈ കുടുംബത്തിലെ കുട്ടികളൊക്കെ തന്നെ 3 ആൺമക്കളാണ്. ഇവർ SDPIയുടെ സജീവ പ്രവർത്തകരായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ പിന്നെ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ സ്ഫോടനം ഒരിക്കലും ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനമല്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഈ പരിക്ക് പറ്റിയിരിക്കുന്ന പിന്നെ പയ്യൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള മകൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. ആ പയ്യനും തന്നെ പുതുനഗരം പിന്നെ ടൗണിലാണ് താമസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ പയ്യനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴും സജീവമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. SDPIയുടെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ബോംബ് നിർമ്മാണത്തിന് ഇടയിലായിരിക്കാം ഈ സ്ഫോടനം ഉണ്ടായത്. അതല്ല എങ്കിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ച ബോംബായിരിക്കും പൊട്ടിയത്. ഇതൊരിക്കലും ഗ്യാസ് സ്റ്റവ് പൊട്ടിയതല്ല. ഈ വീട്ടിലുള്ള ആളുകൾ അവർ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ആരോപണമല്ലേ, പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കും. SDPIയിൽ നിലവിൽ സജീവ പ്രവർത്തകരാണ്. SDPIയുടെ മുന്നേ മെമ്പർമാരായിരുന്നു, സജീവ പ്രവർത്തകരൊന്നുമല്ല. അവരെ പാർട്ടി 2 വർഷം മുമ്പ് അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കിയതാണ്. എന്തിന്റെ പേരിലാണ് പുറത്താക്കിയത്? പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കി. വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പാർട്ടി വിരുദ്ധ പ്രവർത്തനം തന്നെ. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്താക്കി. അവർ പുറത്താക്കിയത് നിങ്ങൾ എന്തെങ്കിലും അറിയിപ്പായിട്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നു? കൃത്യമായിട്ട് സ്റ്റേഷനിൽ നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര പ്രവർത്തകരെ നമ്മൾ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ പേരിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്താക്കിയെന്ന് കൃത്യമായിട്ട് പോലീസിനെ റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്. പാലക്കാട് നടന്ന സംഭവം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാലോ. RSS പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് പൊട്ടിത്തെറിച്ച സംഗതി എല്ലാവരും കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു പകപോക്കൽ എന്നൊരു സംഗതി മനഃപൂർവ്വം മൂടി വയ്ക്കുക. അതിനെതിരെ കൃത്യമായി പ്രതിഷേധം നടത്തുന്ന പാർട്ടി SDPIയാണ്. ഇന്നും കൃത്യമായിട്ട് അവരുടെ ഓഫീസും വീടുകളിലേക്ക് മാർച്ച് നടത്തിയ പാർട്ടി നമ്മുടെ പാർട്ടിയാണ്. അപ്പോൾ അതിനെതിരെ ഒരു പകപോക്കൽ എന്നൊരു നിലയ്ക്കായിരിക്കും ചിലപ്പോൾ മൂപ്പര് എന്ത് ചെയ്യുക, ഈ സംഗതികൾ പറഞ്ഞിട്ടുണ്ടാവുക. കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസിൻ്റെ എല്ലാവിധ അന്വേഷണത്തിലും നമ്മളെന്ത് ചെയ്യും, സഹകരിക്കും, കൃത്യമായിട്ടും സഹകരിക്കും. യാതൊരു ബന്ധമുണ്ടോ ഇല്ലയോ പോലീസ് കണ്ടുപിടിക്കട്ടെ. പിന്നെ ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ മേലെ ആരോപണം പറയാലോ. ഇപ്പം നമുക്കും അതുപോലെ BJPനെ പറയാം. പക്ഷെ നമ്മൾ ആ മര്യാദ പാലിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കണം. മുൻപ് പ്രവർത്തകരായിരുന്നു. 2 വർഷം മുമ്പ് മെമ്പർമാരായിരുന്നു, പാർട്ടിയുടെ മെമ്പർമാരായിരുന്നു. അച്ചടക്ക നടപടി എന്നതിൻ്റെ പേരിൽ പാർട്ടി അവരെ പുറത്താക്കിയ സംഗതി കൃത്യമായിട്ട് സ്റ്റേഷനിലടക്കം നമ്മളത് റിപ്പോർട്ട് ചെയ്ത ഇതിങ്ങനെ മറക്കാനാണെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. കൃത്യമായി അല്ലാതെ ഒരു തെളിവോ ഒരു സംഗതികളോ ഇല്ലാതെ പോലീസ് കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഉത്തരവാദിത്തപ്പെട്ട് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുകയാണ് ഇതിന് പിന്നിൽ SDPIയാണ് പറഞ്ഞാൽ അതിൽ ദുരൂഹതയല്ലേ, കൃത്യമായ ഒരു പകപോക്കലല്ലേ. പാലക്കാട് ബോംബ് പൊട്ടിത്തെറിച്ച സംഗതി എല്ലാവർക്കും അറിയാലോ. അതിനെതിരെ കൃത്യമായി പ്രതിഷേധം നടത്തിയ പാർട്ടി, ഇപ്പോഴും പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് SDPI. അപ്പോൾ അതിനെതിരെ ഒരു പകപോക്കൽ എന്നതിൻ്റെ പേരിലാണ് മൂപ്പര് ആരോപണം ഉന്നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ വാസ്തവം അറിയണമെങ്കിൽ കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ച് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പല കാരണങ്ങളുണ്ട്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലുള്ള മറ്റു സംഗതികളും ചെയ്തതിൻ്റെ പേരിലാണ് പാർട്ടി ഇവരെ അച്ചടക്ക നടപടി എന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് അല്ല ചെയ്തത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയ സംഗതി കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പേരുകൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, നമ്മളത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായി പുറത്താക്കി. നിലവിൽ ഇവിടെ പാർട്ടിക്ക് ഒരു മെമ്പറും ഇല്ല. ഈ ലക്ഷം വീട് കോളനിയിൽ പാർട്ടിക്ക് ഒരു മെമ്പറും ഇല്ല.